അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഇഫ്താറിന് പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ബ്രെഡ് ഫില്ലിന് ആവശ്യമായ മസാല റെഡിയാക്കാൻ വേണ്ടി സ്റ്റൗ ഓൺ ചെയ്ത് ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. 5 വലിയ ചെമ്മീൻ ചെറുതായി മുറിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ചെമ്മീനാണെങ്കിൽ മുറിക്കണമെന്നില്ല. ഈ ചെമ്മീന് പകരം നിങ്ങൾക്ക് ബീഫോ ചിക്കനോ എന്തും ഉപയോഗിക്കാം. ബീഫോ ചിക്കൻ ആകുമ്പോൾ ആദ്യം ഉപ്പും കുരുമുളകും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം ചെറുതായി മുറിച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി, ഒരു പിഞ്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടിയും ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ സ്ലോ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ചെറുതായി മുറിച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുക്കുക. ക്യാരറ്റും ചെമ്മീനും കൂടിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ചെറുതായി മുറിച്ച ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇളക്കിയിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇതിലേക്ക് 1/4 കപ്പ് ചെറുതായി മുറിച്ച കാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് ചെറുതായി മുറിച്ച ക്യാപ്സിക്കം, ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചത് നല്ല മുറിച്ച് ഇതെല്ലാം ഇട്ടിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണ് കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യുക. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചെമ്മീനിൽ ഞാനൊരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു 1/4 ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് മൈദ വിതറി കൊടുക്കുന്നുണ്ട്. ടീസ്പൂണാണ്. ഇതുപോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കുക. കുറച്ച് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല, ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. ബ്രെഡ് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ 1 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങളടുത്ത് എന്താണോ കട്ട് ചെയ്യാൻ പറ്റിയ സാധനം അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. ബാക്കിയുള്ള ബ്രെഡും കട്ട് ചെയ്തെടുക്കുക. ഈ ബ്രെഡ് കളയേണ്ട, നമുക്ക് ബ്രെഡ് ക്രംസിന് ഉപയോഗിക്കാം. കട്ട് ചെയ്ത് വെച്ച ബ്രെഡിലേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുക. ഇതുപോലെ ബ്രെഡ് എടുത്തിട്ട് 2 പീസാക്കിയിട്ട് ഒന്ന് നല്ലപോലെ അമർത്തുക. അതിന് ശേഷം മുട്ടയിൽ മുക്കുക. എല്ലാ ഭാഗവും മുട്ടയിൽ ഇത് കവർ ചെയ്യുക. ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കുക. വീണ്ടും മുട്ടയിലൊന്നുകൂടി മുക്കുക. വീണ്ടും ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് വെക്കുക. നല്ലപോലെ അമർത്തിയിട്ട്
അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ നല്ലപോലെ ഇതാക്കി ഇതുപോലെ എടുക്കുക. വിള്ളലൊന്നും ഇല്ലാതെ തന്നെ റെഡിയാക്കി എടുക്കുക. ഇതുപോലെ നമുക്ക് മറ്റുള്ള ബ്രെഡും റെഡിയാക്കി എടുക്കാം. ഞാൻ ഉണ്ടാക്കിയ മസാല കൊണ്ട് 8 പീസായിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. അതിന് ശേഷം നമുക്ക് പൊരിക്കാം. സ്റ്റൗ ഓണാക്കി കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പൊരിച്ചെടുക്കുക. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നോക്കണം കൈക്ക് എണ്ണയാകരുത്, കയ്യിൽ മുട്ടിപ്പോറ്. 3 മാത്രം ഇട്ട് കൊടുക്കുക. നിറച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഇളക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഉണ്ടാകും. ഇതിൻ്റെ ഉള്ളിലെ മസാല നല്ല ടേസ്റ്റാണ്. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ നല്ലൊരു സ്നാക്കായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബ്രെഡ് ഇളകിപ്പോകാതെ പൊരിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. അത്രയേ ഉള്ളൂതാ. ആയിട്ടുണ്ട്. ഇതിന് കോരി മാറ്റാം. മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ചായൻ്റെ കടിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ കുഴക്കണ്ടിയോ പരത്തണ്ടിയോ ഒന്നും ആവശ്യമില്ല. ബ്രെഡ് വീട്ടിലുണ്ടായാൽ മതി. കുറച്ച് വെജിറ്റബിൾ ഉണ്ടായാൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.